പയ്യന്നൂർ തെരഞ്ഞെടുപ്പ് ഫലം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് LDF സ്ഥാനാർത്ഥി TI മധുസൂദനൻ ഹൈക്കോടതിയെ സമീപിച്ചു. തന്നെക്കുറിച്ച് വ്യാജ പ്രചരണം നടത്തിയെന്ന ഹർജിയിൽ ആക്ഷേപത്തിന് രേഖകളോ തെളിവുകളോ ഇല്ല. തന്റെ പരാജയത്തിന് കാരണം വ്യാജ പ്രചാരണമാണെന്നും വി കുഞ്ഞികൃഷ്ണന്റെ വിജയം റദ്ദാക്കണമെന്നുമാണ് ഹർജിയിൽ ആവശ്യപ്പെടുന്നത്. വിവരങ്ങളുമായി സാലി കൂടി ചേരുന്നുണ്ട്. സാലി, ഇപ്പോൾ ഈ പയ്യന്നൂർ തെരഞ്ഞെടുപ്പ് ഫലം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് ഇപ്പോൾ LDF സ്ഥാനാർത്ഥി TI മധുസൂദനൻ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ വ്യക്തമാക്കുന്നത്? അതിൽ പറയുന്നത് ഈ എതിർ സ്ഥാനാർത്ഥിയായിരുന്ന വി കുഞ്ഞികൃഷ്ണന്റെ വിജയം റദ്ദാക്കി അതിൽ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ രണ്ടാമതെത്തിയ തന്നെ വിജയിയായി പ്രഖ്യാപിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രയർ. കാരണം തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ അഴിമതി നടന്നു. ജനപ്രാതിനിധ്യ നിയമം സെക്ഷൻ 123 പ്രകാരം നടന്നിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് അഴിമതിയായാൽ ആ തെരഞ്ഞെടുപ്പ് ഫലം റദ്ദാക്കണം എന്നുള്ളതാണ്. എന്താണ് തെരഞ്ഞെടുപ്പ് അഴിമതി എന്നതിൽ വിശദമാക്കുന്നുണ്ട്. കാരണം ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ ഘട്ടത്തിലുടനീളം തന്നെ വ്യക്തിപരമായി അധിക്ഷേപിക്കാനും അപകീർത്തിപ്പെടുത്താനുമാണ് എതിർ സ്ഥാനാർത്ഥിയും കൂട്ടാളികളും ശ്രമിച്ചത്. തന്നെ കള്ളൻ എന്ന് പ്രചരിപ്പിക്കുകയും വിശേഷിപ്പിക്കുകയും അത്തരത്തിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു. താൻ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് നടത്തി എന്നുള്ളതായിരുന്നു ഇവർ പ്രചരിപ്പിച്ച പ്രധാന കാര്യം. പക്ഷേ എവിടുന്ന് എത്ര രൂപ എങ്ങനെ തുടങ്ങിയ ഒട്ടേറെ കാര്യങ്ങളിൽ ഒരു വിശദീകരണം അവർക്കുണ്ടായിരുന്നില്ല. വെറുതെ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ വസ്തുതാവിരുദ്ധമായി പ്രചരിപ്പിച്ച് തൻ്റെ പരാജയത്തിനിടയാക്കുന്ന രീതിയിൽ അത് ഉപയോഗിച്ചു എന്നുള്ളതാണ് ഹർജിയിൽ മധുസൂദനൻ ചൂണ്ടിക്കാട്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല വി കുഞ്ഞികൃഷ്ണൻ ഇറക്കിയ ഒരു തെരഞ്ഞെടുപ്പ് ഗാനത്തിൽ തന്നെ കള്ളൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഒപ്പം ഈ കുഞ്ഞികൃഷ്ണൻ്റെ പ്രചരണ യോഗങ്ങളിലുടനീളം സ്ഥാനാർത്ഥി തന്നെ അത്തരത്തിൽ ആക്ഷേപിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ദൃശ്യങ്ങളും ശബ്ദ ഓഡിയോകളും എല്ലാം തെളിവായി തങ്ങളുടെ കൈവശമുണ്ട്. ഇത് ജനപ്രാതിനിധ്യ നിയമത്തിലെ സെക്ഷൻ 123 പ്രകാരം ഇങ്ങനെ സ്ഥാനാർത്ഥികളെ വ്യക്തിഹത്യ ചെയ്യുന്നതും വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതും അഴിമതിയാകയാൽ ഇത് ആ തെരഞ്ഞെടുപ്പ് ഫലം തന്നെ റദ്ദാക്കണം എന്നുള്ളതാണ് ആവശ്യം. ഏതായാലും ഹർജി കോടതിയിൽ എത്തിയിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് കേസുകൾക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം, അതിൽ ഒരു കേസ് തെരഞ്ഞെടുപ്പ് ഹർജിയായ ഒരു കേസ് വന്നാൽ ആ ഹർജി നിലനിൽക്കുമോ എന്ന് ആദ്യം കോടതി പരിശോധിക്കേണ്ടതുണ്ട്. അടുത്തയാഴ്ച അങ്ങനെ ഒരു പരിശോധന നടക്കും. ഇനി ഹർജി നിലനിൽക്കും എന്നാണ് കാണുന്നതെങ്കിൽ അതിൽ വിശദമായ തെളിവെടുപ്പും വാദവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പിന്നീട് നടത്തും. അങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് കേസുകളുടെ നടപടിക്രമം. അതിനനുസരിച്ച് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയുന്നത് ഹർജി കോടതിയിൽ എത്തിയിട്ടുണ്ട്. ആ ഹർജി നിലനിൽക്കുമോ എന്നതിൽ കോടതി അടുത്തയാഴ്ച തീരുമാനം പറയും. ഇനി എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ കോടതി ഇത് പറയുന്നതനുസരിച്ച് ഹർജിക്കാരന് ഡിഫക്റ്റ് സോൾവ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ കൊടുത്ത് ആ ഹർജി ഫയലിൽ സ്വീകരിക്കുന്ന ഘട്ടമെത്തും. അതിനുശേഷമാണ് തുടർ നടപടികളിലേക്ക് കിടക്കുക. അപ്പോഴാണ് ഈ തെളിവെടുപ്പ്, സാക്ഷികളുടെ വിവരശേഖരണം, മൊഴിയെടുപ്പ്, അങ്ങനെ തുടർ നടപടിക്രമങ്ങളിലേക്ക് കടക്കുക. ഇപ്പോൾ ഏതായാലും നിർണായകമായൊരു തെരഞ്ഞെടുപ്പ് കേസിലേക്ക് ഈ വിഷയം എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കേസ് എന്ന് പറയുമ്പോൾ വലിയ മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു വാദവും പ്രക്രിയയൊക്കെ നടക്കുന്നൊരു കേസാണ്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിന് രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് സാലി, ഈ ആക്ഷേപത്തിന് രേഖകളോ തെളിവുകളോ ഇല്ല എന്നൊരു കാര്യം കൂടി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അതായത് ഈ വ്യാജ പ്രചരണമാണ് പരാജയത്തിന് കാരണമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. തീർച്ചയായിട്ടും വ്യാജപ്രചരണമാണ്. താൻ നിരപരാധിയാണ്. തനിക്കെതിരെ ഒട്ടേറെ ആരോപണങ്ങൾ ഉന്നയിച്ചു. തന്നെ കള്ളനെന്ന് വിളിച്ചു. പക്ഷേ ആ പറഞ്ഞതിനൊന്നും ഒരു തെളിവുണ്ടായിരുന്നില്ല. എത്ര രൂപ എവിടെ വെച്ച് എങ്ങനെ താൻ കട്ടുവെന്ന് പറയുന്നില്ല. അതിൽ എന്തെങ്കിലും രേഖകളോ തെളിവുകളോ പൊതുസമക്ഷമോ ഏതെങ്കിലും സംവിധാനങ്ങൾ മുഖേനയോ ഹാജരാക്കാൻ ഇതുവരെ എതിർ സ്ഥാനാർത്ഥിയായിരുന്ന അദ്ദേഹത്തിന് കുഞ്ഞികൃഷ്ണന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അപകീർത്തിപ്പെടുത്തി തെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെ മാത്രിപ്പിച്ച ഒരു കള്ളമായിരുന്നു അത്. അങ്ങനെ പ്രചരിപ്പിക്കുന്നത് തെരഞ്ഞെടുപ്പ് ചട്ടപ്രകാരം തെറ്റാണ്. അത് അഴിമതി എന്നതാണ് ആക്ഷേപം. താൻ നിരപരാധിയാണ് എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നുണ്ട് ഈ ഹർജിയിൽ. അപ്പോൾ നിരപരാധിയായ തന്നെ കള്ളനാണെന്ന് പൊതുസമൂഹത്തിൽ ചിത്രീകരിച്ച് നേടിയ വിജയമാണിത്. ആ വിജയം റദ്ദാക്കണം എന്നതാണ് പ്രധാനപ്പെട്ട പ്രയർ.